ബേബി സാറേ, ബേബി സാറേ, സാർ വീടെത്തി. വീടെത്തിന്ന്. ആരെ? ബേബി സാറിൻ്റെ. ആ, എൻ്റെ ഫോൺ എവിടെ? ആ, ഒന്ന് വാങ്ങിപ്പോയി. അല്ലടാ, നീ ആധാരം എടുത്തപ്പം അതിനകത്തിരുന്ന് പൈസ കണ്ടില്ലേ? കണ്ടു. നിന്നെപ്പറ്റി ഞാൻ അങ്ങനെയൊന്നും അല്ലല്ലോ കേട്ടത്. പഴയ പണിയൊക്കെ നിർത്തി ജോലി ചെയ്ത് ജീവിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. ആഹാ, നന്നാവാൻ തീരുമാനിച്ചു. അതങ്ങനെ ജീവിതത്തിൽ നന്നാവാൻ തീരുമാനിച്ച പിന്നെ നല്ലതേ വരും. ഇത് വെച്ചോ, വെച്ചോടാവേ. നന്നാവാൻ തീരുമാനിച്ച സ്ഥിതിക്ക് വേണമെങ്കിൽ എൻ്റെ ഡ്രൈവറായിട്ട് കൂടിക്കോടാവേ. ഓ, കാലത്ത് വിശ്വസിക്കാവുന്നവരെ കിട്ടാൻ പ്രയാസമാ. അപ്പം നാളെ പോലെ നീ വാ, ചെല്ല്. ശരി സാർ. അച്ഛാ, ആ, വണ്ടിക്കകത്തുള്ള കാശും ഡോക്യുമെന്റും അതൊക്കെ അവിടെ ഇരുന്നോളും. ഇത് ബേബിയുടെ വീടാ. മേരിയേ, ബേബി ഞാൻ എത്തിയടി. എന്നാൽ എന്നോട് ഇത് വേണ്ടായിരുന്നു. അതെന്താടാ? ഞാൻ എന്തിനീ പണിക്ക് പോകുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടെ? ഞാൻ ഇനി എന്ത് ചെയ്യും? ഇനി ഞാനും കൂടെ എവിടെയെങ്കിലും ജോലിക്ക് പോകേണ്ടി വരുമെന്ന് എൻ്റെ പേടി. എടാ ആംബ്രോസേ, എത്ര കാലമായിടാ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യണ്ടേ? എനിക്കാണെങ്കിൽ ഇപ്പം അങ്ങനെയൊക്കെ തോന്നി തുടങ്ങി. ആ, തോന്നും. അത് നിനക്ക് തല്ല് കിട്ടിയോണ്ട് തോന്നുക. ആ വേദന അങ്ങ് പോകുമ്പോൾ ഇങ്ങനത്തെ തോന്നലങ്ങ് പോകും. പോണ്ടാ. ഞാൻ പോയിട്ട് വരാളിയാ. രക്ഷപ്പെടില്ലടങ്ങി. നീ പണി എടുക്കണം എന്നൊക്കെ പറഞ്ഞ ഇന്ന് പപ്പയുടെ കൂടെ ഏതോ മലയിലേക്കൊക്കെ പോകുന്നു പറഞ്ഞിട്ട് പോയില്ല. അത് പപ്പ നെക്സ്റ്റ് വീക്ക്. Did you see that? Yeah, you have to support with your left hand, okay? Like this. Okay, Ria. മോളെ വാ. Center. പപ്പ, എന്റെ പപ്പ വന്നു. Yeah, like that. Go. പപ്പ, ഔ പപ്പ. ബൈ ആൻ. നിനക്ക് ലൈസൻസ് ഒക്കെ ഉണ്ടോടാവേ? കൊണ്ടുപോയിച്ചാ. നിന്റെ ഈ ഫോണില്ലെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. ഞാൻ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഫോൺ ഇരിപ്പുണ്ട് അവിടെ. അത് ഈ തോണ്ടുന്നതല്ല, ഞെക്കുന്നതാ. നിനക്ക് വേണോ? ബേബിച്ചാ എനിക്ക് ഫോൺ തരുവാണെങ്കിൽ ആ ഐഫോൺ തന്നാൽ മതി. അതെന്നടാവേ, നിനക്ക് എപ്പോഴും ഈ ഫോണിൽ തന്നെ ഒരു കണ്ണ്? അത് ബേബിച്ചാൻ്റെ കയ്യിലിരിക്കേണ്ട ഫോണല്ല. പിന്നെ ആരുടെ കയ്യിൽ ഇരിക്കേണ്ട ഫോണാ? അതൊരു വലിയ കഥയാണ് ബേബിച്ചായ. എന്നെ ബേബിച്ചാൻ്റെ അടുത്ത് എത്തിച്ച കഥ. ആ, കഥയല്ലേടാവേ, നീ പറഞ്ഞോ, ഞാൻ കേട്ടോണ്ടിരിക്കാം. വാടക ഗുണ്ട. എടാ, വാടക ഗുണ്ടെന്ന് എഴുതാനുള്ള വിദ്യാഭ്യാസം ഉണ്ടോടാ നിനക്കൊക്കെ? ചുമ്മാ തള്ളിക്കയറി അങ്ങ് ചെന്നേക്കുവാ. നിന്നോടല്ല, എനിക്ക് മറ്റവനോടാ ചോദിക്കണ്ടത്. ആരെ? ആ 4 അടി പൊക്കമുള്ളവനില്ലേ, ആ ധർമ്മക്കാരൻ. ബേബി സാറാണല്ലോ. ഹലോ ബേബി സാറേ. കഴിവേറാത്ത മോനെ, കണ്ടവരൊക്കെ കട്ടത് പൊട്ടിച്ചോടാ നീ എനിക്ക് വെക്കുന്നേ. അത് പിന്നെ നീ മിണ്ടണ്ടടാ. നീ എന്റെ കൈ കിട്ടടാ, കാണിച്ചു തരാം. നിന്നെ 4 അടി വെട്ടി കുറച്ച് 2 അടി ആക്കി തരടാ. വെക്കടാ ഫോൺ. അല്ല ബേബി. വാടക ഗുണ്ട. ഒരു കോഴിയെ കൊല്ലാൻ പോലും ധൈര്യമില്ലാത്ത നീയൊക്കെ എങ്ങനെയാടാ പോയി വാടക ഗുണ്ടാകുന്നത്? എടാ, ആ കൊച്ചു നിന്നോട് കാണിച്ച ആത്മാർത്ഥ പോലും നിനക്കില്ലല്ലോടാവൂ. ഒന്നുമില്ലെങ്കിൽ അവള് നിന്നെ കെട്ടി വലിച്ച് ആശുപത്രി കൊണ്ടുപോയില്ലയോ? എന്നാ എന്തിനാ നിന്നെ കൊണ്ട് ആ കൊച്ചാ സാറിനെ തല്ലിക്കുന്നത് നീ ചോദിച്ചിട്ടുണ്ടോ ഇതുവരെ? ശരിയാ, ഞാനത് ചോദിക്കാൻ മറന്നു. ആ, അത് ചോദിക്കണം. അതിന് ഇതിനകത്ത് ആൾതാമസം വേണം കേട്ടോ. രാവേ, ഒരു ചാക്കും കൂടെ എടുത്തോണ്ട് പോടാ. ഇതാ ഇവിടത്തെ പണി. കുറച്ച് അധ്വാനമുള്ള പണിയാ. ഐശ്വര്യമായിട്ട് അവന്റെ തലയിലോട്ട് വെച്ചു കൊടുക്കും. അങ്ങോട്ട് വെക്കടാ. മോളിപ്പോ എന്താ ഓടുകയും ചാടുകയൊന്നും ചെയ്യാത്തെ? മമ്മി വഴക്ക് പറയുന്നോണ്ടാണോ? ആണോ? ഞാനിനി സ്കൂളിൽ ലോങ് ജമ്പ് മത്സരിക്കാനില്ല. ഡേവിഡ് സാർ ഉള്ളപ്പോൾ ചാടാൻ എനിക്ക് പേടിയാ. മോൾ എന്തിനാ പേടിക്കുന്നേ?
ഇപ്രാവശ്യം സ്പോർട്സ് കാണാൻ മമ്മിയും വരാം. ഡേവിഡ് സാർ ഫൗള് വിളിച്ചാൽ ഞാൻ ചോദിച്ചോളാം കേട്ടോ. എന്നെ ഏഞ്ചലിന്റെ അടുത്ത് കൊണ്ടുപോവാൻ പപ്പ ഇനി വരുവോ? പപ്പ എന്തായാലും വരും. മോളുടെ പപ്പ എന്നും മോളുടെ പപ്പയല്ലേ. ഇനിയിപ്പൊ പപ്പ വന്നില്ലെങ്കിലും കക്കാടം മലയും ഏഞ്ചലും ഒക്കെ അവിടെ തന്നെ ഉണ്ടാവുമല്ലോ. മമ്മി മോളെ കൊണ്ടുപോവാ ഒരു ദിവസം. മോൾ ഉറങ്ങിക്കോട്ടോ. എന്താണാവോ സാറ് നേരത്തെ ഇങ്ങ് പോന്നേ? പണി കഴിഞ്ഞ് നേരത്തെ അങ്ങ് പോന്നു. അതെന്താ പണി കഴിഞ്ഞ് നീ നേരത്തെ ഇങ്ങോട്ട് പോന്നത്? സാധാരണ പണി കഴിഞ്ഞ് നീ നേരെ ആശുപത്രിയിലോട്ടല്ലയോ പോണത്? ഞാൻ പെരുങ്കുടി ബേബി എന്ന് പറഞ്ഞ സാറിൻ്റെ അടുത്ത് ഡ്രൈവറായിട്ട് ജോലിക്ക് കയറി. ഓ അയ്യോ, എന്താ അമ്മയ്ക്ക് വയ്യേ? ആ നിന്റെ തലവെട്ടം കണ്ടപ്പോഴേ എനിക്ക് വയ്യാണ്ടായതാ. അമ്മ ഇനി ജോലിക്ക് പോണ്ട. എടാ പണിക്ക് പോകണ്ടെന്ന് പറഞ്ഞാ? പോണ്ടെന്ന് പറഞ്ഞാ പോണ്ട, ഞാൻ നോക്കിക്കോളാം. ഗിരീശൻ എന്ന സാറിന്റെയും തല്ലുകൊണ്ട ദിവസം ഞാൻ ഇറങ്ങി ഓടിയപ്പോ നീ എന്റെ പുറകെ ഓടിയില്ല. അന്ന് ഞാൻ മനസ്സിലാക്കി നീ എനിക്ക് പറ്റിയ ആളാണ്. മേലിറങ്ങാതെ എങ്ങനെ പണിയെടുക്കണമെന്ന് ഈ ആംബ്രോസ് അച്ചായൻ നിനക്ക് പഠിപ്പിച്ചു തരും. നമുക്കൊരു ഹലോ വിളിച്ചേ? ഇല്ല, വിളിച്ചില്ല. അതെ, ഞാൻ വരുവാ. ആപ്പീസർ രാവിലെ ആപ്പീസിലോട്ട് പോവായിരിക്കും. നീ എങ്ങോട്ടാടാ രാവിലെ? നീ പണിക്ക് പോവാൻ തുടങ്ങിയെന്നും പറഞ്ഞു എനിക്ക് പണിയെടുക്കാതെ ജീവിക്കാതിരിക്കാൻ പറ്റുമോ? നീ പോയാലും ഈ ആംബ്രോസ് അന്തസ്സായി ആളെ പറ്റിച്ച് ജീവിക്കും. നീ ഇല്ലെങ്കിൽ നിന്റെ കുടുംബത്തിൽ നിന്ന് വേറൊന്ന്. നീ ചെവിയെ നുള്ളിക്കൂടെ കാല് വരി. ശരത്താ, എന്താണ് മീശ? ആംബ്രോസ് ഞാൻ ചേട്ടാ 140 കുറഞ്ഞ പൈന്റ് 3 പിന്നെ ആഘോഷം 1 ലിറ്റർ, ലൂസിഫർ 1 ഫുള്ള്, മെൻഷൻ ബംഗ്ലാവ് 1 ലിറ്റർ, പിന്നെ 4 പൊന്മാമ്പിയർ. ബാലൻസ് ഒരു കൊടുത്തോ? ഇത്രയും പെട്ടെന്ന് റെഡിയായ. താങ്ക് യു. ചേട്ടാ ഒരു മിനിറ്റ് 20 ഒരു പൈൻ്റെ അടുത്ത്. ഒരു ഫുള്ളൊന്നും ഇല്ല, 3 ക്വാർട്ടർ തരാം. ഒരു 1 2 10 രൂപ പിടിച്ചോ. നീ ബാക്കി കഴിച്ചോ. കണ്ടോടാ, ഉച്ചവരെ ആയപ്പോഴത്തേക്കും ചുമ്മാ ക്യൂ നിന്ന് സാധനം മേടിച്ചുണ്ടാക്കിയ കാശായത്. ഓ എന്റെ ദൈവമേ, ബാറുകൾ പൊടിച്ചെന്ന് അങ്ങേക്ക് സ്തുതി. ചേട്ടാ ഇപ്പൊ നിന്നപ്പോ 2 ലിറ്റർ അങ്ങനെ പറ്റുള്ളൂ. കൗണ്ടർ എത്തുന്നതിന് മുമ്പ് 1/2 ലിറ്ററിനുള്ള കാശായിട്ട് ആംബ്രോസൈഡ് വരുന്നത് ഞാൻ വിചാരിച്ചു. ഇതൊന്നും അല്ല, വൈകിട്ട് 4 മണിയൊന്നും ആയിക്കോട്ടെ, ചാകരയായിരിക്കും ചാകര. നീ മീശയൊക്കെ ശരി കൊട്ടിച്ചു വെച്ചേ. ഞങ്ങൾ ഒട്ടിച്ച് തന്നാ മതിയുടെ ആംബ്രോസേ. മാറ്റി പറഞ്ഞാ മതി. നീ എന്റെ ശിഷ്യൻ തന്നെ.